ഇന്ത്യ മത്സരിക്കുകയല്ല, ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദേശം. 2040 ഇന്ത്യൻ കാൽപ്പാടുകൾ ചന്ദ്രനിൽ ഉണ്ടാവുമെന്നും പ്രഖ്യാപനം. ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര മറ്റുള്ളവരുമായി മത്സരിക്കുന്നതിന് വേണ്ടിയല്ലെന്നും ഒന്നിച്ച് ഉയരങ്ങൾ കീഴടക്കുന്നതിന് വേണ്ടിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസിനെ അഭിമുഖീകരിച്ച് തത്സമയ സ്ട്രീമിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലെത്തി ഇന്ത്യ ചരിത്രം കുറിച്ചു. ചന്ദ്രയാൻ 1 ചന്ദ്രനിൽ ജലം കണ്ടെത്താൻ സഹായിച്ചു. ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഉയർന്ന റെസല്യൂഷനിലുള്ള ചിത്രങ്ങൾ നൽകി. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകി. റെക്കോർഡ് വേഗത്തിൽ നമ്മൾ ക്രയോജനിക് എഞ്ചിനുകൾ നിർമ്മിച്ചു. ഒറ്റ ദൗത്യത്തിൽ 100 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. നമ്മുടെ വിക്ഷേപണ വാഹനങ്ങളിൽ 34 രാജ്യങ്ങൾക്ക് വേണ്ടി 400 ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിച്ചു. ഈ വർഷം 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്തു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര മറ്റുള്ളവരുമായി മത്സരിക്കുന്നതിന് വേണ്ടിയല്ല, ഒന്നിച്ച് ഉയരങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. മനുഷ്യവംശത്തിന്റെ നന്മയ്ക്കായി ബഹിരാകാശ പര്യവേക്ഷണങ്ങളിൽ നമ്മൾ ഒരേ ലക്ഷ്യം പങ്കിടുന്നു. ശാസ്ത്രീയ പര്യവേക്ഷണത്തിന്റെ അതിരുകൾ മറികടന്ന് ഞങ്ങൾ നവോന്മേഷത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ്. മനുഷ്യരെ വഹിച്ചുള്ള നമ്മുടെ ആദ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ നമ്മുടെ പ്രതീക്ഷകൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. ആഴ്ചകൾക്കുള്ളിൽ ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ISRO നാസ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യും. 2035ഓടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഗവേഷണ രംഗത്തും അന്തർദേശീയ സഹകരണത്തിലും പുതിയ അതിരുകൾ നിശ്ചയിക്കും. 2040ഓടെ ഇന്ത്യൻ കാൽപ്പാടുകൾ ചന്ദ്രനിൽ ഉണ്ടാവും. ചൊവ്വയും വ്യാഴവും നമ്മുടെ റഡാറിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശം പര്യവേക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയുള്ളതാണ്. ഇത് ഭരണ പ്രക്രിയയെ ശാക്തീകരിക്കുന്നു, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു, തലമുറകൾക്ക് പ്രചോദനമാണ്. നമ്മുടെ ഉപഗ്രഹങ്ങൾ ജനക്ഷേമത്തിനായി നിലകൊള്ളുന്നു. മെയ് 7 മുതൽ 9 വരെ ഡൽഹിയിലാണ് ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് നടക്കുന്നത്. എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞർ, സംരംഭകർ, വിവിധ ഏജൻസികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അതേസമയം മാർച്ച് 13 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്പെഡെക്സ് ദൗത്യത്തിന്റെ ബഹിരാകാശ ഡീകോഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 2024 ഡിസംബർ 30 പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C60 ഉപയോഗിച്ച് വിക്ഷേപിച്ച SDX-01, SDX-02 ഉപഗ്രഹങ്ങളെ വേർതിരിക്കുന്നതിൽ കലാശിച്ച സംഭവങ്ങളുടെ കൃത്യമായ ക്രമം അൺഡോക്ക് ചെയ്യൽ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരുന്നു. സ്പെഡെക്സ് 2 വിജയകരമായ വിപുലീകരണം, ക്യാപ്ചർ ലിവർ 3 ആസൂത്രിത വിക്ഷേപണം, SDX-2 ക്യാപ്ചർ ലിവർ വിച്ഛേദിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ പ്രവർത്തികൾക്ക് ശേഷം SDX-1, SDX-2 എന്നിവയിൽ ഡീക്യാപ്ചർ കമാൻഡ് പുറപ്പെടുവിച്ചു. ഇത് ഉപഗ്രഹങ്ങളെ വിജയകരമായി വേർതിരിക്കുന്നതിന് സഹായിച്ചു. ഈ വർഷം ജനുവരി 16 പുലർച്ചെ 2 സ്പെഡെക്സ് ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് ISRO വിജയകരമായി പൂർത്തിയാക്കി. ഇതോടെ ചൈന, റഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയ്ക്കൊപ്പം ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.